ഇടുക്കി രാജാക്കാട് പന്നിയാർകുട്ടിയിൽ പട്ടാപ്പകൽ മോഷണം 8 ലക്ഷത്തോളം രൂപയാണ് മോഷണം പോയത്. പന്നിയാർകുട്ടി തെക്കേതിൽ TM സജീവന്റെ വീട്ടിൽ നിന്നുമാണ് മോഷണം നടന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 19-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് മോഷണം നടക്കുന്നത്. രാജാക്കാട് പന്നിയാർകുട്ടി സ്വദേശി തെക്കേതിൽ സജീവൻ ജോലിക്ക് പോയിരുന്ന ഭാര്യയെ വിളിക്കുവാൻ വീട് പൂട്ടിപ്പോയതിനെ തുടർന്നാണ് മോഷണം നടക്കുന്നത്. വീടിന് പുറകുവശത്ത് കൂടിയെത്തിയ മോഷ്ടാവ് പിൻവശത്തെ CCTV ക്യാമറയിൽ മുഖം പതിയാതെ തിരിച്ചുവെച്ച ശേഷമാണ് പിൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറിയത്. വീടിനകത്ത് കിടന്ന മോഷ്ടാവ് സമീപത്തെ മേശയിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് അപഹരിച്ചത്. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുന്നതിനായി 2 വർഷക്കാലമായി സ്വരൂപിച്ച പണമാണ് മോഷണം പോയതെന്ന് സജീവൻ പറഞ്ഞു. 19-ാം തീയതി 2:30 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് പോയിട്ട് 4 മണിയായപ്പോഴാണ് തിരിച്ചു വരുന്നത്. 4:10 ആ സമയത്ത് വരുമ്പോൾ വര തുറക്കാൻ നോക്കുമ്പോൾ താക്കോല് എൻ്റെ കയ്യിലും മറ്റേ താഴെ എല്ലാം അടിച്ചു പൊട്ടിച്ചിരിക്കുന്ന നിലയിലാണ് കണ്ടത്. അപ്പോൾ ഉടനെ പെരയ്ക്കകത്ത് കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പെരയ്ക്കകത്ത് അലമാരി കുത്തി തുറന്നിട്ടുണ്ട്. താക്കോലെടുത്ത് തുറന്ന് വീണ്ടും അതേ രീതി തന്നെ അടച്ചിരിക്കുന്ന കണ്ടപ്പോഴാണ് നമ്മുടെ പൈസ പോയല്ലോ. അതായത് 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. വേറൊരു സാധനങ്ങൾ അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല. 8 ലക്ഷം രൂപ കൊണ്ടുപോയി അത് സ്വരൂപിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ബാങ്കിൽ ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ അടയ്ക്കുന്നതിനായിട്ട് ഞാൻ 2 വർഷമായിട്ട് സ്വരൂപിച്ച് വെച്ച പൈസയാണ്. രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും വിരലടയാള വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. സമീപത്തെ CCTVകൾ പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.